എന്നാലും വലിയ അഭിപ്രായം പറയാൻ വേണ്ടിയില്ല ഉള്ള സിനിമയല്ല. വലിയ കുഴപ്പമില്ല, അത്ര എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നിയില്ല. കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ലാസ്റ്റ് ഒത്തിരി സ്റ്റണ്ടൊക്കെ ഒത്തിരി അടിപൊളിയാക്കായിരുന്നു. എൻ്റെ അഭിപ്രായമാണ്. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് വർക്കായി. സെക്കൻഡ് ഹാഫിൽ സ്റ്റോറിയിൽ ചെറിയൊരു ഭയങ്കര അഭിപ്രായമൊന്നുമില്ലെങ്കിലും നൈസാണ് പടം, കൊള്ളാം, നൈസായിട്ട് പോകുന്നുണ്ട്. ക്ലൈമാക്സ് അൺഎക്സ്പെക്റ്റഡ് ആണ്, തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. 10 7.5 കൊടുക്കുക. അടിപൊളിയുണ്ട്. സൂപ്പർ കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കുറച്ച് അതിനകത്തൊക്കെ അഭിപ്രായങ്ങൾ പറയാനുമുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം, സമയം പോകും, അത്രേ ഉള്ളൂ. എന്നാലും വലിയ അഭിപ്രായം പറയാൻ വേണ്ടിയില്ല ഉള്ള സിനിമയല്ല. അല്ല, നമ്മൾ സൂപ്പർ പടം, നല്ല പടം. എനിക്ക് ടെക്നിക്കലായിട്ട് പറയാനൊന്നും എനിക്ക് അറിഞ്ഞു. കാണാൻ പറ്റും, ഒരു ആവറേജ് പടം അത്ര. കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ലാസ്റ്റ് ഒത്തിരി സ്റ്റണ്ടൊക്കെ ഒത്തിരി അടിപൊളിയാക്കായിരുന്നു. പോലീസ് അടിപൊളിയാണ്. എന്നാൽ ചൂടൻ ചേട്ടാ നല്ല പടം, അടിപൊളി പടം, സൂപ്പർ പടം ചേട്ടാ, നല്ല ത്രില്ലിംഗ് പടം, അടിപൊളി പടം. ചാക്കച്ച നല്ല വെറൈറ്റി, ചാക്കച്ച അടിപൊളി വേഷം, കണ്ടിരിക്കാൻ നല്ല സൂപ്പർ അടിപൊളി പടം. കുഴപ്പമില്ല, മീഡിയം. ഓഡിയൻസിന് അങ്ങനെ മൂവി ഒന്നും കാണുന്ന ആളല്ല, നല്ല കണ്ടിരിക്കാം, ത്രില്ലിംഗ് ആണ്, കുഴപ്പമില്ല, നല്ലത്. കൊള്ളാം, നല്ല മൂവിയായിരുന്നു. നല്ല പടമായിരുന്നു, നല്ല എൻഗേജിങ് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും നല്ലതായിരുന്നു. ഫുൾ എൻഗേജ് ആയിരുന്നു. ഫുൾ നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ലാതെ കണ്ടിരിക്കാം. നല്ല ഫുൾ ടൈമായിട്ട് തിരുന്നവരെ എൻഗേജ് ആയിട്ട് കാണാൻ പറ്റും. നല്ല സിനിമ. വലിയ കുഴപ്പമില്ല, എന്നാലും അങ്ങനെ അത്ര എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നിയില്ല. കുഴപ്പമില്ല എന്ന് പറയാനുള്ളൂ. ചാക്കോച്ചൻ അടിപൊളിയാണ്. നല്ലൊരു ക്രൈം സസ്പെൻസ് ത്രില്ലറിലാണ്, സൂപ്പർ ഫിലിം. നല്ല പടം. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് ഫ്ലോ പോയ പോലെ തോന്നി. എൻ്റെ അഭിപ്രായമാണ്. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് വർക്കായി. സെക്കൻഡ് ഹാഫിൽ സ്റ്റോറിയിൽ ചെറിയൊരു ലാഗ് വരുന്ന പോലെ തോന്നി. അതായത് ഇത്തിരി വലിച്ചു കിട്ടിയ പോലെ തോന്നി. കൊള്ളാം, നല്ല പടം. വില്ലന്മാരും എല്ലാവരും കൊള്ളാം. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. കണക്ട് കൊള്ളായിരുന്നു, നല്ലായിരുന്നു, ഫിലിം നല്ലായിരുന്നു. എടുത്തു പറഞ്ഞാൽ സിനിമാറ്റോഗ്രഫി കൊള്ളാം, വില്ലൻ കൊള്ളാം, വിശാഖിൻ്റെ അഭിനയം അടിപൊളിയാണ്, കുഞ്ചാക്കോവിൻ്റെ ഇൻട്രോല്ലാം അടിപൊളിയായിരുന്നു. ഓവറോൾ കണ്ടുകൊണ്ടിരിക്കാം, ഫാമിലിക്കെല്ലാം ഇഷ്ടപ്പെടും. നല്ല പടമാണ്, പ്രതീക്ഷ എത്ര വന്നിട്ടുണ്ട്, നല്ല പടമാണ്. വയലൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഇൻട്രോയിലൊരു വയലൻസേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് വേറെ ചാക്കോച്ചൻ്റെ അടിപൊളി പോലീസ് വേഷമാണ്. മറ്റ് നായാട്ട് പോലെയല്ല, നായാട്ടിൽ നിന്ന് കുറച്ച് നായാട്ടമായിരുന്നു നല്ലത്, ഇത് നായാട്ടിൽ നിന്ന് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു വേഷമാണ്. പിടിച്ചെടുത്തോളാണ്, ലാഗൊന്നും ഫീൽ ചെയ്യത്തില്ല. എല്ലാവരും പെർഫോമൻസും അടിപൊളിയായിരുന്നു. 10 7.5 കൊടുക്കുക. നെഗറ്റീവ് അടിക്കാനുള്ള വകയൊന്നുമില്ല. കൊള്ളാം, പടം കൊള്ളാം. അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്തോ പറയാം, അത് ഓരോരുത്തരും കാഴ്ചപ്പാടില്ലേ. ഒരുപോലെ കണക്റ്റാണ്, നല്ല പടമാണ്. படம் சூப்பர். படம் நல்ல த்ரில்லர், நல்லா ஒவ்வொரு சீனுமே நம்ம எதிர்பார்க்காத சீன்களாக இருக்குது. நல்ல பெஸ்ட்டு. நான் மலையாள படம் எல்லாமே டெய்லி வெள்ளிக்கிழமை ஆயிடுச்சுன்னா 2 படம். ஆடியன்ஸுக்கு பெஸ்ட்டு. ஆடியன்ஸுக்கு எல்லோரும் பார்க்கலாம், எல்லோரும் கண்டிப்பாக படம். இன்றைக்கி கொஞ்சம் திரை கம்மியாக இருந்துச்சு, ஆனால் 2 നാളിൽ ബെസ്റ്റാக இருக்கும். ഭയങ്കര അഭിപ്രായമൊന്നുമില്ലെങ്കിലും നൈസാണ് പടം, കൊള്ളാം, നൈസായിട്ട് പോകുന്നുണ്ട്. എൻഗേജിങ് ആണ്, കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, നന്നായിട്ട് കൊള്ളാം. ചാക്കോച്ചനൊക്കെ അടിപൊളി, ഒരു രക്ഷയില്ല. സർക്കിളിൻ്റെ ക്യാരക്ടറൊക്കെ പുള്ളി ഇമാര് ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ വേറൊരു ഐറ്റമാണ്, അതൊന്നും അല്ല, വേറൊരു സാധനം. ഒരു പോലീസുകാരനെ എങ്ങനെ പക്കായിട്ട് കാണണം, ഒരു സൈക്കോ പോലീസുകാരൻ എങ്ങനെയാണ് അതുപോലെ ഉണ്ട്. പക്ഷേ സാധനം അടിപൊളിയാണ്. ഫിലിമാരും അതിൽ പക്കായിട്ട് പോയിട്ടുണ്ട്. എനിക്ക് അവരുടെ പേരൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല. ഞാൻ പിന്നെ മാർട്ടിൻ പ്രക്കാട്ട്, പുള്ളി പ്രൊഡ്യൂസറാണ്, പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആയിരുന്ന ഡയറക്ടറല്ലേ, പേരൊന്നും അറിയത്തില്ല. അതൊക്കെയാണ് വന്നത്. പിന്നെ ട്രെയിലർ കണ്ടിട്ട് കയറിയ നല്ല പടമാണ്, അടിപൊളി പടമാണ്. എല്ലാതരം പ്രേക്ഷകരെ അങ്ങനെ എനിക്കറിയത്തില്ല, എങ്കിലും ഒരുവിധം കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു, ഭയങ്കര നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എൻഗേജിങ് ആയിരിക്കാൻ പറ്റും. ഒരു കഥയൊക്കെ അങ്ങനെ പോകുന്നുണ്ട്, എൻഗേജിങ് ആണ്. ഒരു ത്രില്ലർ മോഡാണ് പടം. തകർത്ത് ജോക്കോബൻ്റെ ഒരു 1.5 ആക്ഷൻ ത്രില്ലർ. ക്ലൈമാക്സ് അൺഎക്സ്പെക്റ്റഡ് ആണ്, തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. ഗംഭീര, ജിത്തു അഷ്റഫും ഗംഭീരമായിട്ടുണ്ട്, ഉഗ്രം മേക്കിംഗ്. ഞെട്ടിക്കാനുള്ളതെന്ന് വെച്ചാൽ പടം ഇതിപ്പോൾ തമിഴിലാണെങ്കിൽ വിജയൊക്കെ ചെയ്യേണ്ട സാധനമാണ്, ഭയങ്കര മസാല പാട്ടൊക്കെ. പക്ഷേ എന്താ പറയുക, ഇത് വന്നുപോയ സംഭവങ്ങളാണ്, സ്ഥിരം ഫാമിലി റിവെഞ്ചും കാര്യങ്ങളും. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് ഡിഫറെൻ്റ് ആണ്, അതാണ് എൻ്റെ പ്രത്യേകത.